അതിരപ്പള്ളി വാച്ചുമരത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. ഊരുമൂപ്പന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിൽ സർക്കാർ നിർജീവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അമ്പല്ലൂരിൽ തട്ടുകടയിൽ നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി. വെള്ളിക്കുളങ്ങരയിൽ ലോട്ടറി വിൽപ്പന എന്ന വ്യാജേന കഞ്ചാവ് വിറ്റിരുന്ന ബംഗാൾ സ്വദേശി പോലീസിന്റെ പിടിയിൽ. കടവല്ലൂർ വേമ്പൻപടവ് പാടശേഖരങ്ങളിലെ 100 ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. ജില്ലയിൽ വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ദേശീയപാത വഴക്കുംപാറയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. കൊൽക്കത്ത സ്വദേശി ജയന്തബാഗാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്ന് പിടികൂടിയ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പ് കടിയേറ്റു. കൊല്ലം സ്വദേശി സുനിൽകുമാറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പള്ളി വാച്ചുമരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. വാച്ചുമരം കോളനിയിലെ മൂപ്പൻ രാജന്റെ ഭാര്യ 68 വയസ്സുള്ള വത്സയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30-ക്കായിരുന്നു സംഭവം. രാജന്റെ കൂടെയാണ് 3 ദിവസം മുൻപ് വത്സ വനവിഭവമായ മരോട്ടിക്ക ശേഖരിക്കുന്നതിന് കോളനിയിൽ നിന്ന് പോയത്. 2 കിലോമീറ്റർ അകലെ നീളൻപാറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ചീറിപ്പാഞ്ഞു വന്ന ആനയെ കണ്ട് ഇരുവരും പ്രാണരക്ഷാർത്ഥം ഓടിയെങ്കിലും കല്ലിൽ തട്ടി വത്സ താഴെ വീണു. ഓടിയെത്തിയ ആന വൃദ്ധയുടെ ദേഹത്ത് ചവിട്ടി. ദൂരെ നിന്നും ഇത് കണ്ട രാജൻ ഒച്ച വെച്ചപ്പോൾ ആന തിരികെ പോയി. തുടർന്ന് കോളനിയിലെത്തി കൊല്ലത്തിരുമേട് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. തുടർന്ന് വനപാലകരും ആദിവാസികളും ചേർന്ന് മൃതദേഹം സ്ട്രക്ചറിൽ കോളനിയിൽ എത്തിച്ച് ജീപ്പിൽ കയറ്റി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ അതിരപ്പള്ളിയിലും മരണം സംഭവിച്ചതോടെ പ്രതിഷേധവുമായി കോൺഗ്രസ് BJP പ്രവർത്തകർ രംഗത്തെത്തി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തമ്പടിച്ച ഇരുകൂട്ടരും സർക്കാരിനെതിരെ വിമർശനം നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിടുക്കത്തിൽ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബഹളം വെച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബെന്നി ബഹന്നാൻ MP-യും സ്ഥലത്തെത്തി. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നത് കൊലപാതകമാണെന്നും ഇതിന് ഉത്തരവാദികൾ സർക്കാരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വനവകുപ്പ് അതിരപ്പള്ളി മേഖലയിൽ തുടരുന്ന നിസ്സംഗതയാണ് ആദിവാസി സ്ത്രീയുടെ മരണത്തിൽ കലാശിച്ചതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. അതിരപ്പള്ളിയിൽ വീടിനുള്ളിൽ കയറി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത്. തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് വീട് ആന ആക്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ച നിലയിലാണ്. ഫർണിച്ചറുകളും മറ്റും തകർത്തിട്ടുണ്ട്. കാട്ടാനക്കൂട്ടം വീടിനകത്ത് കയറിയ സമയത്ത് ഇവിടെ ആരുമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ 3 കെട്ടിടങ്ങൾ കൂടി ആനകൾ തകർത്തിരുന്നു. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ 3-ാം ബ്ലോക്കിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. അതിരപ്പള്ളി റേഞ്ചിൽപ്പെട്ട IB കുന്നിന് എതിർവശത്താണ് 40 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയുടെ ജഡം കണ്ടത്. ഒരാഴ്ചത്തെ പഴക്കമുണ്ട്. പ്ലാന്റേഷൻ തൊഴിലാളികളാണ് വിവരം വനപാലകരെ അറിയിച്ചത്. വനാതിർത്തിയിൽ കാട്ടാനകൾ മനുഷ്യരെ ചവിട്ടിക്കൊല്ലുമ്പോൾ ജനങ്ങളെ സർക്കാർ അവരുടെ വിധിക്ക് വിട്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. TN പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ചെങ്ങാലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ CPM BJP അന്തർധാര സജീവമാണെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ട് TN പ്രതാപന് കിട്ടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ സ്ഥലം സംസ്ഥാന ഖജനാവാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, അനിൽ അക്കര, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ MP പോളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് TN പ്രതാപന് പതാക കൈമാറി. സ്നേഹ സന്ദേശയാത്ര ചെങ്ങാലൂർ, സൂര്യഗ്രാമം, ആറ്റപ്പള്ളി, മറ്റത്തൂർക്കുന്ന്, വാസുപുരം വഴി അവിട്ടപ്പള്ളിയിൽ സമാപിച്ചു. അമ്പല്ലൂർ സെന്ററിലെ തട്ടുകടയിൽ നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശി സാബിറിനെ പുതുക്കാട് പോലീസും ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ബ്രൗൺ ഷുഗറിന് 2 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ ബ്രൗൺ ഷുഗർ വിൽപ്പന നടത്തിയിരുന്നത്. പുതുക്കാട് SI B പ്രദീപ് കുമാർ, ഡാൻസാഫ് SI-മാരായ VG സ്റ്റീഫൻ, PP ജയകൃഷ്ണൻ, PP റോയ് എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടാലിയിൽ 1/2 കിലോയിലധികം കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ.
പശ്ചിമ ബംഗാൾ സ്വദേശി സൂരത്തുൽ ഹസനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോട്ടറി വിൽപ്പന എന്ന വ്യാജേനയാണ് ഇയാൾ കഞ്ചാവ് വിറ്റിരുന്നത്. ലോട്ടറി ടിക്കറ്റുകളിലാണ് കഞ്ചാവ് പൊതിഞ്ഞു നൽകിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇയാളിൽ നിന്ന് 600 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തു. മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെ കാൽനടയായി സഞ്ചരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത്. പ്രത്യേകം അറകൾ തുന്നിച്ചേർത്ത ഒന്നിലധികം അടിവസ്ത്രങ്ങൾ ധരിച്ച് അതിലൊളിപ്പിച്ചാണ് ഇയാൾ കഞ്ചാവ് പൊതികൾ സൂക്ഷിച്ചിരുന്നത്. കടവല്ലൂർ വെമ്പൻ പടവ് പാടശേഖരങ്ങളിലെ 100 ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. തോടുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിക്കാത്തതാണ് സ്ഥിതി രൂക്ഷമാക്കിയത്. ഒതളൂർ ബണ്ടിൽ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന വെള്ളം അശാസ്ത്രീയമായ വിതരണം മൂലം പാഴായി. 2 മാസം മുൻപ് 4 ദിവസം പമ്പിംഗ് നടത്തിയ വെള്ളം മാത്രമാണ് വെമ്പൻ പടവ് പാടശേഖരത്തിലേക്ക് കൃഷിക്ക് ലഭിച്ചത്. 1 മാസമായി ഒരിറ്റ് വെള്ളം പോലും നെൽച്ചെടികൾക്ക് ലഭിച്ചിട്ടില്ല. പല സ്ഥലത്തും ചെടികൾ ഉണങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളം എത്തിയില്ലെങ്കിൽ കൃഷി ഉണങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുമെന്ന് കർഷകർ പറഞ്ഞു. മറ്റ് പാടശേഖരങ്ങളിൽ കൂടുതലുള്ള വെള്ളം തിരിച്ച് കടവല്ലൂരിലേക്ക് പമ്പ് ചെയ്യാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ജനുവരി 30-ാം തീയതി വരെ അടിക്കാനുള്ള ഓർഡർ ഉണ്ടായിട്ടും ഇത് ജനുവരി 20-ാം തീയതി മുതൽ അടിച്ച് 24-ാം തീയതി അടി നിർത്തുകയും ബാക്കി ദിവസങ്ങൾ വെള്ളം അടിക്കാതെ ഇടുകയും അതിനാൽ ഒരാഴ്ചക്ക് അടിക്കാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല. 2 ദിവസമെങ്കിലും അടിച്ചു തരണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് അതിനും ചെയ്യാതെ ഇവിടുത്തെ കൃഷിയെല്ലാം ഉണക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരും കാലങ്ങളിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഈ പമ്പ് ഹൗസിൻ്റെ പമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ഹൗസ് വെള്ളം അടിക്കാതിരിക്കലാണ് നല്ലത്. അതായത് പമ്പ് ഹൗസ് കടുത്ത വേനൽ തുടരുന്ന സാഹചര്യത്തിൽ വരൾച്ച മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. പീച്ചി ഡാമിൽ നിന്നും തുറന്നുവിട്ട ജലം കൃത്യമായി കുടിവെള്ളം, കൃഷി എന്നീ ആവശ്യങ്ങൾക്ക് എത്തുന്നുണ്ടെന്ന് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ടാസ്ക് ഫോഴ്സ് ഉറപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ദേശീയപാത വടക്കുംപാറയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. കൊൽക്കത്ത സ്വദേശി 23 വയസ്സുള്ള ജയന്ത ബാഗ് ആണ് മരിച്ചത്. മാറായിക്കൽ സ്വദേശിയായ വെട്ടത്ത് പീറ്ററിന്റെ കീഴിലുള്ള തൊഴിലാളിയാണ് ജയന്ത ബാഗ്. പട്ടിക്കാട് നിന്നും മേക്കാട്ടിൽ എന്ന ബസ്സിലാണ് ഇയാളും സുഹൃത്തും കയറിയത്. വടക്കുംപാറയിലെ സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നതിന് തൊട്ടു മുൻപായി പടിയിൽ നിൽക്കുകയായിരുന്ന ജയന്ത ബാഗ് റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡിലെ ഡിവൈഡറിൽ തലയിടിച്ച് ഗുരുതര പരിക്കേറ്റയാളെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പ് കടിയേറ്റു. കൊല്ലം പാരിപ്പള്ളി അനിൽ ഭവനിൽ സുനിൽകുമാറിനാണ് പാമ്പ് കടിയേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. വടക്കേ നടയിലെ ഗേറ്റിന് സമീപത്തെ സെക്യൂരിറ്റി ക്യാബിന് സമീപം തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത്. സെക്യൂരിറ്റി ജീവനക്കാരും പോലീസും ചേർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിപ്പിച്ചുവിട്ടു. ഇന്നർ റോഡിൽ നിന്ന് നാരായണാലയം ഭാഗത്തേക്ക് പോയ പാമ്പിനെ അനിൽകുമാർ പിടികൂടി സെക്യൂരിറ്റി ജീവനക്കാരുടെ സമീപത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് പാമ്പിനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായില്ല. അരമണിക്കൂറോളം പാമ്പുമായി സാഹസം കാണിക്കുന്നതിനിടെ കടിയേൽക്കുകയായിരുന്നു. കടിയേറ്റ ഉടനെ പാമ്പിനെ സെക്യൂരിറ്റി ക്യാബിന് നേരെ വലിച്ചെറിഞ്ഞു. ഉടനെ തളർന്നു വീണ അനിൽകുമാറിനെ ദേവസ്വം ജീവനക്കാരും ഭക്തരും ചേർന്ന് ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാവിലെ 6 മണിയോടെ പാമ്പ് പിടുത്തക്കാരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി. 6 അടിയോളം നീളമുള്ള മൂർഖനെയാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ചക്കച്ചൻകാട് കോട്ടാട്ടിൽ വീട്ടിൽ സുനീഷിനെയാണ് പഴയന്നൂർ പോലീസ് ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ബാങ്കിൽ ഹെഡ് ക്ലർക്കായ ഇയാൾ ബാങ്കിൽ നിന്നും 2.43 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. കഴിഞ്ഞ മാസം 26-നാണ് പ്രതി വടക്കാഞ്ചേരി കോടതിയിൽ കീഴടങ്ങിയത്. ബന്ധുക്കളുടെയും അയൽവാസികളുടെയും മറ്റ് നിരവധി പേരുടെയും ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വ്യാജരേഖയും ഒപ്പും ഉണ്ടാക്കിയാണ് ഇയാൾ പിൻവലിച്ചത്. പഴയന്നൂർ SI DS ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. ഗുരുവായൂർ നഗരസഭയിൽ അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച UDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഗുരുവായൂർ നഗരസഭയിൽ അങ്കണവാടി നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി.
കൗൺസിലർ രേണുക ശങ്കറാണ് യോഗത്തിന്റെ തുടക്കത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അജണ്ട കഴിഞ്ഞതിനു ശേഷം ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചതോടെ ബഹളമായി. 3 വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര കൗൺസിലാണിതെന്നും അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ അറിയിച്ചു. ഇതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കമായി. നഗരസഭാ പ്രദേശത്തെ 1000-ലധികം യുവതികൾ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകാതെ CPM പ്രവർത്തകരെ തിരികെ കയറ്റി പട്ടിക പ്രസിദ്ധീകരിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇന്റർവ്യൂ ബോർഡിലുള്ളവരുടെ മക്കൾക്ക് അനധികൃത നിയമനം നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. ബഹളം രൂക്ഷമായതോടെ ചെയർമാൻ പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തു. ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. ബഹളത്തിനിടയിലും അജണ്ട വായിച്ച് പാസാക്കാൻ ചെയർമാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്യാതെ പാസാക്കാൻ ആവില്ലെന്ന് പ്രൊഫസർ PK ശാന്തകുമാരി ആവശ്യപ്പെട്ടു. അജണ്ടകൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ചതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു. BJP അംഗങ്ങൾ ഇറങ്ങിപ്പോക്കിൽ പങ്കെടുത്തില്ല. ഹരിതകർമ്മ സേനാംഗങ്ങൾ യൂസർ ഫീ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ വ്യാപക ആരോപണങ്ങൾ ഉയർന്നു. കൗൺസിലർമാരുടെ വീടുകളിൽ നിന്നും നഗരസഭയുടെ ഘടക സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ ലഭിക്കുന്നില്ലെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ പരാതിപ്പെട്ടു. യൂസർ ഫീ ശേഖരണത്തിൽ നഗരസഭ 74% എത്തിയെന്നും മാർച്ച് അവസാനത്തോടെ ഇത് 100% തികയ്ക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അറിയിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. TCV ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭയിൽ അംഗൻവാടികളിൽ അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ ഓഫീസിൽ കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കെയാണ് പ്രവർത്തകർ പുറത്ത് പ്രതിഷേധിച്ചത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് UDF കൗൺസിലർമാരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണയിൽ പങ്കെടുത്തു. ധർണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുവത്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് റാബിയ ജലീൽ, വടക്കേക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് നബീസക്കുട്ടി വലിയകത്ത്, ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് പള്ളിക്കടവിന് സമീപം സ്വകാര്യ വ്യക്തി പുഴയോരം കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ വെങ്കടങ്ങ് പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടികളിലൂടെ പൊളിച്ചുമാറ്റി. റവന്യൂ നടപടികളിലൂടെ പുഴയോരത്തെ കയ്യേറ്റം ഒഴിവാക്കി തിരിച്ചുപിടിച്ച് ചാവക്കാട് തഹസിൽദാർ ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ സ്വകാര്യ വ്യക്തി വീണ്ടും അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വകാര്യ വ്യക്തി അനധികൃതമായി നടപടിയുണ്ടാക്കുകയും സിമന്റ് കട്ട കൊണ്ട് പാർശ്വഭിത്തി നിർമ്മിക്കുകയും ചെയ്തിരുന്നതാണ് പൊളിച്ചുമാറ്റിയത്. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, സെക്രട്ടറി PA ഷൈല, പൊതുപ്രവർത്തകരായ KK ബാബു, PK ഉത്തമൻ, NS ഷംസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റിയത്. വരും ദിവസങ്ങളിൽ കമ്പിവേലി കെട്ടി പുറംപോക്ക് ഭൂമിക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വെങ്കടങ്ങ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ റോഡ് ഷോ കൊടകരയിൽ നടന്നു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടറി MO വർഗീസ്, കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, മുൻ MLA BD ദേവസി, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്ന ആളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഉരുവിൻപുറത്ത് നൌഫലിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. 2023 ഡിസംബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലിശ്ശേരി മുക്കിലപ്പേടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും ഖാദർ കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നുകളയുകയായിരുന്നു. SI C ശ്രീകുമാർ, ASI AV സജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ PH നൌഷാദ്, രാഹുൽ ദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഭിന്നശേഷിക്കാരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ICDSും സംയുക്തമായി സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം വേറിട്ട അനുഭവമായി. 16 മത്സര ഇനങ്ങളിലായി പരിമിതികൾ മറികടന്ന് 200ഓളം ഭിന്നശേഷിക്കാരാണ് കലോത്സവ വേദിയെ ആവേശത്തിലാറാടിച്ചത്. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പാട്ടുപാടാം കൂട്ടുകൂടാം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. അന്തിക്കാട് ബ്ലോക്കിന് കീഴിലെ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരാണ് തങ്ങളുടെ കഴിവുകളെ ആസ്വാദകർക്ക് മുന്നിൽ എത്തിച്ചത്. 7 വയസ്സുകാരൻ മുതൽ 55കാരൻ വരെ
കലോത്സവത്തിൽ മാറ്റുരച്ചു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിലായിരുന്നു കലാപരിപാടികൾ. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഒരു 200ഓളം കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവർക്കൊരു കൂട്ടായ്മ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത്. അഞ്ചു പഞ്ചായത്തുകളിൽ നിന്നുള്ള 143 അങ്കണവാടികൾ മുഖേനയും പെരിങ്ങോട്ടുകര ബഡ്സ് സ്കൂൾ, മണലൂർ സ്നേഹാരാം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരായിരുന്നു കലാമത്സരങ്ങളിൽ മാറ്റുരച്ചത്. ഫാൻസി ഡ്രസ്, ഗ്രൂപ്പ് ഡാൻസ്, നാടോടി നൃത്തം, ഒപ്പന, മിമിക്രി തുടങ്ങിയവയായിരുന്നു മത്സര ഇനങ്ങൾ. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികളെ വിഭാഗത്തെ ചേർത്ത് പിടിച്ച് അവരെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ICDS പദ്ധതി പ്രകാരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ L രഞ്ജിനി, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വഴിതെറ്റിയെത്തിയ ഭിന്നശേഷിക്കാരനായ യുവാവിനെ അന്നമൂട്ടി യാത്രയാക്കി നിയമപാലകരും ജനപ്രതിനിധികളും. സഹജീവിയോടുള്ള കരുതലിന്റെ ഉദാത്ത മാതൃകയിൽ മനം നിറഞ്ഞ നാട്ടുകാർ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് എറവ് കപ്പൽപ്പള്ളിക്ക് സമീപത്ത് വെച്ച് ഭിന്നശേഷിക്കാരനായ യുവാവിനെ അരിമ്പൂർ പഞ്ചായത്ത് അംഗം CP പോൾ കാണുന്നത്. അലക്ഷ്യമായി സഞ്ചരിക്കുന്ന യുവാവിനെ കണ്ടപ്പോൾ ഭിന്നശേഷിക്കാരുടെ കലോത്സവ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണെന്ന് ആദ്യം സംശയം തോന്നി. തുടർന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചവരെ യുവാവ് ഉപദ്രവിച്ചു. സമീപത്തുണ്ടായിരുന്ന പച്ചക്കറി കടക്കാരൻ്റെ കഴുത്തിലെ മാല യുവാവ് വലിച്ചു പൊട്ടിച്ചു. എറവ് പരക്കാട് വില്ലേജ് ഓഫീസിലെത്തിച്ച യുവാവ് വില്ലേജ് ഓഫീസിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാനും ശ്രമം നടത്തി. വിവരമറിഞ്ഞ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തി. തുടർന്നെത്തിയ അന്തിക്കാട് പോലീസ് ചോദ്യം ചെയ്തിട്ടും യുവാവിനെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭിന്നശേഷി കലോത്സവം നടക്കുന്ന അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിക്കുകയായിരുന്നു. യുവാവിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ കലോത്സവ വേദിയിൽ വെച്ച് യുവാവിന് അന്തിക്കാട് ASI MK അസീസ് ഭക്ഷണം വായിലേക്ക് വാരിക്കൊടുത്തു. സഹായത്തിനായി ജനപ്രതിനിധികളും ഒപ്പം കൂടി. അച്ഛൻ, അമ്മ എന്ന് മാത്രമാണ് യുവാവ് പറയുന്നത്. ആരെയൊക്കെയോ ഭയപ്പെടുന്ന പ്രതീതിയിലായിരുന്ന യുവാവിനെ പിന്നീട് രാമവർമ്മപുരത്തുള്ള മന്ദിരത്തിലേക്ക് മാറ്റി. ഇയാളുടെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും ജനപ്രതിനിധികളും. TCV ന്യൂസ്, തൃശൂർ. എളവള്ളി കണ്ടാണശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റം ചേലൂർ വാഗ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. 3.91 കോടി രൂപ വകയിരുത്തി BMBC നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. 3 മാസം കൊണ്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് P. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഭാഗമായി കടന്നുപോകുന്ന ചേലൂർ, വാഗ, മറ്റം, ചേലൂർ, പെരുവല്ലൂർ റോഡുകളുടെ നവീകരണ പ്രവൃത്തി വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. 3,91,00,000 രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നവീകരണം സാധ്യമാക്കുന്നത്. 2.8 കിലോമീറ്റർ വരുന്ന റോഡ് BMNBC നിലവാരത്തിൽ ഉയർത്തുകയാണ്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വം പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജനുവരി 28-നാണ് പഴയ കമ്മിറ്റി സ്ഥാനമൊഴിഞ്ഞത്. ഭരണകക്ഷിയായ LDF-ലെ വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് CK ഗോപി, ഡോക്ടർ മുരളി ഹരിതം, VC പ്രഭാകരൻ, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, MK രാഘവൻ, ജീവനക്കാരുടെ പ്രതിനിധിയായി K ബിന്ദു, തന്ത്രി പ്രതിനിധിയായി നെടുമ്പുള്ളി തരണനെല്ലൂർ മന ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് സ്ഥാനമേറ്റത്. ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ ഭരണസമിതി അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CPM പ്രതിനിധിയായി അഡ്വക്കേറ്റ് CK ഗോപിയെ ദേവസ്വം ചെയർമാനായി തെരഞ്ഞെടുത്തു.
ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നടപടി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും കരിദിനം ആചരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധം KSTA ജില്ലാ സെക്രട്ടറി CA നസീർ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ആനന്ദ്, KGOA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രഹന P ആനന്ദ്, ജോയിന്റ് കൗൺസിൽ ഏരിയ സെക്രട്ടറി EJ അലൂഷ്യസ്, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി KK റസിയ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് GLP സ്കൂളിൽ SSK സ്റ്റാർസ് ഫണ്ട് വിനിയോഗിച്ച് മതിലകം BRCയുടെ നേതൃത്വത്തിൽ കുരുന്നുകൾക്കായി വർണ്ണക്കൂടാരം ഒരുങ്ങുന്നു. ഗുണമേന്മയുള്ളതും ശാസ്ത്രീയമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷ കേരളം വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂളിലേക്ക് വരുന്നതും പഠനം മധുരകരമാക്കാം എന്നുള്ള സംബന്ധിച്ച് ആകർഷകമാക്കാം എങ്ങനെയെന്ന് സംബന്ധിച്ചാണ് സ്കൂളുകൾ തമ്മിൽ മത്സരം. തിരുവത്ര പുതിയറയിൽ ഭണ്ഡാരം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പുന്ന പുതിയറ റോഡിൽ തോട്ടിൽ ഭണ്ഡാരം പൊളിഞ്ഞു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി ഭണ്ഡാരം കൊണ്ടുപോയി. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നഷ്ടപരിഹാരമായി 1 കോടിയിലധികം രൂപയും 7.5% പലിശയും കോടതി ചെലവും നൽകാൻ ഇരിങ്ങാലക്കുട MACT കോടതി വിധിയായി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി അമ്പാടി പുത്തുംപുറം പ്രവീണയ്ക്ക് 2021 മാർച്ച് 26-നാണ് പോട്ട ആനന്ദ് ഭവൻ ഹോട്ടലിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റത്. പലിശയും കോടതി ചെലവുമടക്കം 1,29,37,592 രൂപയാണ് നൽകേണ്ടത്. ഇരിങ്ങാലക്കുട MACT കോടതി ജഡ്ജ് N വിനോദ് കുമാറാണ് വിധി പ്രസ്താവിച്ചത്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് EB സുരേഷ് ബാബു, അഡ്വക്കേറ്റ് അൽഫോൺസ ആന്റണി എന്നിവർ കോടതിയിൽ ഹാജരായി. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തുന്നതിന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് KSRTC 13 പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 15 മിനിറ്റ് വ്യത്യാസത്തിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നും ആലുവയിലേക്കും തിരികെയും തുടർച്ചയായി സർവീസുകൾ ഉണ്ടായിരിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെയായിരിക്കും സർവീസുകൾ. 5 ഓർഡിനറി ബസ്സുകളും 8 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുമാണ് പ്രത്യേക സർവീസിനായി തയ്യാറാക്കിയിരിക്കുന്നത്. പുല്ലൂർ, വല്ലക്കുന്ന്, കല്ലേറ്റുംകര, ആളൂർ, പോട്ട, ചാലക്കുടി, അങ്കമാലി വഴിയായിരിക്കും യാത്ര. ഇതിനു പുറമെ സ്ഥിരമായി നടത്തുന്ന ബസ് സർവീസുകളും ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കലാഭവൻ മണിയുടെ ജീവിതത്തിന് വഴിത്തിരിവായ സല്ലാപത്തിലെ ചെത്തു തൊഴിലാളിയെ ഒരിക്കലും മറക്കാനാവില്ല ചാലക്കുടിയിലെ കൂടപ്പുഴക്കാരൻ മോഹനേട്ടന്. ആ കഥാപാത്രത്തിന് അനുകരണമാകാൻ കഴിഞ്ഞുവെന്നതിൻ്റെ ചാരിതാർത്ഥ്യം ഇന്നും ഈ 69-കാരൻ്റെ മനസ്സിലുണ്ട്. പടം ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞാണ് മണി അഭിനയിച്ചു തകർത്ത ചെത്തുകാരൻ രാജന്റെ സൃഷ്ടി തൻ്റെ തട്ടകത്തെ മോഹനൻ ആയിരുന്നുവെന്ന് സംവിധായകൻ സുന്ദർദാസ് പോലും അറിയുന്നത്. ചാനൽ അഭിമുഖത്തിലും ആനുകാലികങ്ങളിലും ഇക്കാര്യം മണി വെളിപ്പെടുത്തിയിരുന്നു. സല്ലാപം പടത്തിലെ ചെത്തുകാരൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ഒന്ന് സംസാരിച്ച് ചെത്തുകാരൻ്റെ രൂപം ഞാൻ പറഞ്ഞു കൊടുത്തു. അതവ അഭിനയിച്ച് നല്ല രീതിയിൽ വിജയിച്ചു. അപ്പോൾ ചാനലുകാർ ചോദിച്ചു, ഇങ്ങനെ ഇത്രയും വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാൻ എങ്ങനെ സാധിച്ചതെന്ന്. അവൻ പറഞ്ഞു, ഇങ്ങനെ കൂടപ്പുഴ മോഹൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ സങ്കല്പരൂപണം എനിക്ക് മനസ്സിൽ തെളിഞ്ഞതുകൊണ്ടാണ് അത്തരം വിജയിക്കാൻ സാധിച്ചത്. ജ്യേഷ്ഠൻ സുഭാഷ് ചന്ദ്രാസിന്റെ ശുപാർശ പ്രകാരമായിരുന്നു സുന്ദർദാസ് മണിയുടെ അഭിരുചി പരിശോധിക്കുന്നത്. കത്തിക്കൂട് ധരിക്കാതെ ചെത്ത് തൊഴിലാളി നടക്കുന്നത് അഭിനയിച്ച മണിയെ കണ്ട കഥാകൃത്ത് ലോഹിതദാസും അമ്പരന്നു. ഈ മുഹൂർത്തമായിരിക്കാം ഒരുപക്ഷെ മണിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ചേനത്ത് നാട്ടിൽ ചെത്തിനു പോയ മോഹനൻ ബാലനായ മണിയെ സ്വന്തം സഹോദരനായി കണ്ടു. ജീവിത പ്രാരാബ്ധങ്ങളും എല്ലാം നേരിട്ടറിഞ്ഞു. പിതാവ് കുനിശ്ശേരി രാമനും മോഹനേട്ടന്റെ ഉറ്റ ചങ്ങാതിയായി. അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളും ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ട്. അക്കാലത്ത് തനിക്ക് അപകടം പിണഞ്ഞപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത് മണിയുടെ ജ്യേഷ്ഠൻ വേലായുധനായിരുന്നുവെന്ന് മോഹനൻ ഓർക്കുന്നു. രാമൻ ചേട്ടനായിട്ട് ഞാൻ വളരെ അടുപ്പവും പരിചയവും സ്നേഹമായിരുന്നു. ഞങ്ങൾ അവരുടെ ഭാഷ തമ്മിൽ അങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അപ്പം മണിയുടെ അച്ഛൻ ഒരു പാട്ട് പാടാറുണ്ട്, പെരാമ്പേരുമായത്ത് ഇങ്ങനെ 2 തോഴന്മാര് രാമനും ലക്ഷ്മണനും കൂടി യുദ്ധം വെട്ടിക്കളിക്കണെന്ന്. അത് കണ്ടിട്ടും ബ്രോർത്താള് തോയ്ക്കണ തോയി കണ്ടോളകേലോ
പേരാമ്പേരുമായത്തെ ചുത്തം വെട്ടി കളിക്കണത്. വലിയ നടനായിട്ടും പഴയ കാലങ്ങൾ മണി മറന്നില്ല. തൻ്റെ വീട്ടിൽ പലവട്ടം വന്നു. പശുക്കളുടെ ഒരു ഫാം തുടങ്ങാൻ സഹായിക്കാമെന്നും മണി ഒരിക്കൽ പറഞ്ഞിരുന്നു. ഏതു സംഭവങ്ങളും ഒന്ന് കണ്ടാൽ അനുകരിക്കാനുള്ള കഴിവ് മണിയുടെ ജന്മസിദ്ധമായ വാസനയായിരുന്നു. തൻ്റെ തൊഴിലും മനോഹരമായി അഭ്രപാളിയിലെത്തിച്ചതും ഇത്തരത്തിൽ തന്നെ. കുട്ടിക്കാലത്തെ ദാരിദ്ര്യവും പട്ടിണിയും പിൽക്കാലത്ത് തുറന്നു പറയാൻ മണി മടിച്ചില്ല. മോഹനേട്ടനും അങ്ങനെ തന്നെ. മക്കൾക്ക് വിദേശത്ത് ജോലിയും ഉയർന്ന സാമ്പത്തികവും കൈവന്നിട്ടും പഴയ കാലവും തൊഴിലിൻ്റെ ഓർമ്മകളും താലൂലിക്കുകയാണ് ഇദ്ദേഹം. ഭാര്യ രമണിയുമായി വൈകാതെ മക്കളുടെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മോഹനേട്ടൻ. TCV ചാലക്കുടി. ചാലക്കുടി കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച മുതൽ വിവിധ ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച NSS വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും തുടർന്ന് സംഗീതാർച്ചനയും. ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, ഉച്ചയ്ക്ക് അന്നദാനം, രാത്രി 7-ന് സമാദരണം ചടങ്ങ് എന്നിവ നടക്കും. ബെന്നി ബെഹനാൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വെളുപ്പിന് ആരംഭിക്കുന്ന ബലിതർപ്പണം പിറ്റേ ദിവസം ഉച്ചവരെ നീളും. ആയിരങ്ങൾ എത്തിച്ചേരുന്ന ബലിതർപ്പണത്തിന് പന്തലും ഒരുക്കങ്ങളും പൂർത്തിയായി. പുഴയോരത്തെ 7 പന്തലുകളിലായിരിക്കും ബലിതർപ്പണം. NSS ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് AN പ്രകാശ്, കൺവീനർ C നന്ദകുമാർ, K അച്യുത പണിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തോളൂർ പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കൂർണിച്ചാൽ നവശക്തി റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് 13.5 ലക്ഷവും തോളൂർ പഞ്ചായത്ത് 3.5 ലക്ഷവും റോഡിന്റെ നിർമ്മാണത്തിനായി ചിലവഴിച്ചു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, ക്ഷമകാലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ സരസമ്മ സുബ്രഹ്മണ്യൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. അത് ചരട് ഓക്കെ ഓക്കെ. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം വിരമിക്കുന്ന പ്രധാനാധ്യാപകർക്ക് നൂൺ മീൽ ഓഫീസർക്കും യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CR ഗീത അധ്യക്ഷയായിരുന്നു. HM ഫോറം കൺവീനർ PA നൌഷാദ്, ലത, ജോയിന്റ് കൺവീനർ ഉഷാദേവി, തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. കിലോമീറ്റർ നീളുന്ന ഇസാൻ സൈക്ലിംഗ് തായ്ലൻഡിൽ വിജയകരമായി പൂർത്തിയാക്കി. ലോക സൈക്ലിംഗിൽ ആലപ്പാട് സ്വദേശിയായ യുവാവിന്റെ വിജയഗാഥ. 202 മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട ഇസാൻ 2024 സൈക്ലിംഗ് 176 മണിക്കൂറുകൾ മാത്രം എടുത്താണ് മൈസൂരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി പ്രസ് ജീവനക്കാരനായ ആലപ്പാട് സ്വദേശി സിവീജ് ലക്ഷ്യത്തിലെത്തിയത്. ഫെബ്രുവരി 24-ന് ആരംഭിച്ച യാത്ര ഈ മാസം 2-നാണ് സമാപിച്ചത്. സൈക്ലിംഗിൽ ലോക ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുന്ന ഓഡസ് ക്ലബ് ഇസാനാണ് ഇസാൻ 2024ന്റെ സംഘാടകർ. 2024 കിലോമീറ്റർ നീളുന്ന ഇസാൻ 2024ന്റെ പാത തായ്ലൻഡ്, കംബോഡിയ, ലാവോസ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. അതിൽ 800 കിലോമീറ്ററോളം മേക്കോങ് നദീതടമാണ്. കുന്നുകളും നദീതടങ്ങളും മരുഭൂമികളും കുത്തനെയുള്ള ഇറക്കങ്ങളും ചേർന്ന് വെല്ലുവിളികളേറെ നിറഞ്ഞതായിരുന്നു യാത്ര. കടുത്ത ചൂടും ശക്തമായ മഴയും യാത്രയിൽ പലപ്പോഴും പ്രതിബന്ധങ്ങളായി. സൈക്ലിങ്ങിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന പാരീസ് ബ്രസ്റ്റ് പാരീസ് സൈക്ലിങ്ങും മുൻപ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ചിട്ടയായ പരിശീലനവും സൈക്ലിങ്ങിനെ നെഞ്ചോട് ചേർത്ത പ്രിയതമ ഷാനിയുടെയും മക്കളായ അർജുൻ, ആർച്ച എന്നിവരുടെയും പിന്തുണയും കൂടിയുണ്ട് സിവീജിൻ്റെ വിജയത്തിന് പിന്നിൽ. TCV ന്യൂസ്, തൃശൂർ. പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ലക്ഷദീപത്തിനുള്ള എണ്ണ സമർപ്പണം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ആനക്കൂട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ പെരുമ്പിലാവ് മണ്ടകത്തിങ്കൾ വീട്ടിൽ പ്രിയനാണ് പരിക്കേറ്റത്. പ്രിയനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വാർഷികവും സ്റ്റാർസ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് അംഗം ഗീത ജയൻ, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ NJ ബിനോയ്, പ്രധാനാധ്യാപിക റിൻസി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ വജ്രജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് 11-ാം വാർഡ് കൊരട്ടിയാംകുന്ന് കോളനിയിൽ കുഞ്ഞിക്കുട്ടൻ തങ്ക ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. AC മൊയ്തീൻ MLA താക്കോൽദാനം നിർവഹിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി വേലായുധൻ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ പാർട്ടി സഖാക്കളും മറ്റുമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറയുന്നു. NGO യൂണിയൻ ഇങ്ങനെ ഒരു വീട് അത് ഏറ്റവും അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളുടെ ക്യാപ്പിംഗ് സെറമണി നടത്തി. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഉദ്ഘാടനം നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ K ബിന്ദു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. LLBക്ക് ഉന്നത വിജയം നേടിയ അഡ്വക്കേറ്റ് സയ്യിദ് ഉസ്മാനെ കോൺഗ്രസ് കടവല്ലൂർ 17-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ട്രഷറർ MA ഉസ്മാന്റെ മകനാണ് സയ്യിദ്. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ഷാൾ അണിയിച്ചു. വാർഡ് മെമ്പർ MC ഐജു ഉപഹാരം നൽകി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PS സുനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപ്പിനി ഈസ്റ്റ് PMM UP സ്കൂളിൽ 100-ാം വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ചലച്ചിത്ര താരം ഇർഷാദ് 100-ാം വാർഷികം ലോഗോ പ്രകാശനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു എൻഡോമെന്റ് വിതരണം നടത്തി. പ്രധാനാധ്യാപിക VB ഷൈമ, മാനേജ്മെന്റ് പ്രതിനിധി MC ബീന, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. വരാൻ പോകുന്ന തലമുറയ്ക്ക് ഉൾപ്പെടെ സ്കൂളിന്റെ സേവനങ്ങൾ നന്നായി ലഭിക്കും. ഗുരുവായൂർ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ ഗോകുലം പ്രീമിയർ മിനി IPL ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുട്ടികളിൽ ക്രിക്കറ്റിനോടുള്ള അഭിരുചി വളർത്തുന്നതിനും ഇന്ത്യൻ കളിക്കാർക്ക് ആദരവർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാൻ VC പ്രവീൺ IPL ജേഴ്സി നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KP ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളി വാച്ചുമരത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. ഊരുമൂപ്പന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിൽ സർക്കാർ നിർജീവമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അമ്പലൂരിൽ തട്ടുകടയിൽ നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി. വെള്ളിക്കുളങ്ങരയിൽ ലോട്ടറി വിൽപ്പന എന്ന വ്യാജേന കഞ്ചാവ് വിറ്റിരുന്ന ബംഗാൾ സ്വദേശി പോലീസിന്റെ പിടിയിൽ. കടവല്ലൂർ വേമ്പൻ പടവ് പാടശേഖരങ്ങളിലെ 100 ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. ജില്ലയിൽ വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ദേശീയപാത വഴക്കുംപാറയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. കൊൽക്കത്ത സ്വദേശി ജയന്ത ബാഗാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് പിടികൂടിയ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പ് കടിയേറ്റു. കൊല്ലം സ്വദേശി സുനിൽകുമാറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.